നമസ്കാരം. നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനും പ്രതിവർഷം 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് സൗജന്യമായി ലഭിക്കും എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? അതെ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു കേന്ദ്ര സർക്കാർ സ്കീമാണ് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. അതുമല്ലെങ്കിൽ PMJAY എന്നും ഇതറിയപ്പെടുന്നു. ഏറ്റവും പോപ്പുലർ ആയിട്ട് പറയുകയാണെങ്കിൽ ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന പേരിലും ഇത് വളരെ പ്രചാരത്തിലുള്ള ഒന്നാണ്. ഇന്ത്യയിലെ നിരവധി ആശുപത്രികളിൽ ഓരോ കുടുംബങ്ങൾക്കും പ്രതിവർഷം 5 ലക്ഷം രൂപ വരെയുള്ള ഫ്രീ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് ആണ് ഈ ഒരു സ്കീം പ്രകാരം നൽകുന്നത്. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് എന്താണ് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന, അതുപോലെ തന്നെ ആർക്കൊക്കെയാണ് ഈ ഒരു സ്കീം പ്രകാരം സൗജന്യ ഇൻഷുറൻസ് ലഭിക്കുന്നത് അല്ലെങ്കിൽ സൗജന്യ ചികിത്സ ലഭിക്കുന്നത്. അതുകൂടാതെ ഈ സ്കീം പ്രകാരം സൗജന്യ ചികിത്സ ലഭിക്കാൻ നിങ്ങൾ എലിജിബിൾ ആണോ എന്നത് നമ്മൾ എങ്ങനെയാണ് പരിശോധിക്കുന്നത്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അതുമാത്രമല്ല ഈ ഒരു ഇൻഷുറൻസ് സ്കീമിൽ ഉൾപ്പെടുന്നതും ഉൾപ്പെടാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ബോസ്ഫോറസ് മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അവിനാഷ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 2018 ലോഞ്ച് ചെയ്ത ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഇൻഷുറൻസ് സ്കീമാണ് പ്രധാനമന്ത്രി ആരോഗ്യ യോജന എന്ന് പറയുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ഫണ്ടിംഗ് നടന്നിട്ടുള്ള ഒരു ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമാണ് PMJAY എന്ന് പറയുന്നത്. 2018 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം ആരംഭിച്ചത്. ഈ സ്കീം പ്രകാരം ഉണ്ടാകുന്ന ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് ഞാൻ ക്വിക്കായിട്ട് ഒന്ന് പറഞ്ഞു തരാം. അതായത് എലിജിബിൾ ആയിട്ടുള്ള എല്ലാ കുടുംബങ്ങൾക്കും പ്രതിവർഷം 5 ലക്ഷം രൂപ വരെയുള്ള ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് സൗജന്യമായി ലഭിക്കുന്നു. ഇതിൽ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് ആണ് നടക്കുന്നത്. അതുകൂടാതെ സർക്കാർ ആശുപത്രികളിൽ സർക്കാർ അപ്രൂവ്ഡ് ആയിട്ടുള്ള പ്രൈവറ്റ് ആശുപത്രികളിലും ഈ ഒരു സ്കീം പ്രകാരം ഇൻഷുറൻസ് അവൈലബിൾ ആണ്. വലിയ വലിയ സർജറികളും ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റുകളും ഈ ഒരു സ്കീം കവർ ചെയ്യുന്നു. അത് സെക്കൻഡറി ആൻഡ് ടെർഷ്യറി കെയർ ആണ്. ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഇൻഷുറൻസ് സ്കീം എടുക്കാൻ യാതൊരു വിധത്തിലുള്ള ഏജ് ലിമിറ്റും ഇല്ല. പ്രായപരിധി ഒന്നും ഇല്ലാതെ തന്നെ ഈ ഒരു ഇൻഷുറൻസ് സ്കീം പ്രകാരമുള്ള ബെനിഫിറ്റ് നമുക്ക് അവൈൽ ചെയ്യാവുന്നതാണ്. അത് മാത്രമല്ല, ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, നമ്മുടെ കുടുംബത്തിൽ എത്ര ആളുണ്ടെങ്കിൽ പോലും കുടുംബത്തിലെ അംഗങ്ങളുടെ എണ്ണത്തിന് യാതൊരു വിധത്തിലുള്ള പരിമിതിയും ഇല്ല. കാരണം ഒരു കുടുംബത്തിൽ ഇത്ര അംഗങ്ങൾക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. അത്തരത്തിലുള്ള യാതൊരുവിധ നിബന്ധനകളും ഈ ഒരു ഇൻഷുറൻസ് സ്കീമിൽ ഇല്ല. അതുകൂടാതെ ഓൾറെഡി ഉള്ള ഒരു അസുഖമാണെങ്കിൽ പോലും അതുവരെ ഇതിനകത്ത് കവർ ആകുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഈ ഒരു ഇൻഷുറൻസ് സ്കീം പ്രകാരം ഒരു കാർഡ് ലഭ്യമാണ്. ആ ഒരു പോർട്ടബിൾ ആയിട്ടുള്ള കാർഡ് നമുക്ക് ഇന്ത്യയിലെ ഏത് ആശുപത്രികളിലും ഈ ഒരു PMJAY എന്ന് പറയുന്ന സ്കീം അപ്രൂവ്ഡ് ആയിട്ടുള്ള ഏത് ആശുപത്രികളിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി സ്വാഭാവികമായിട്ട് സംശയം ഉണ്ടാവും, എന്തുകൊണ്ടാണ് ഈ ഒരു സ്കീം ആരംഭിച്ചത് എന്നുള്ളത്. സമൂഹത്തിൽ, അതായത് ഇന്ത്യയിലെ സമൂഹത്തിൽ, നമ്മുടെ സമൂഹത്തിൽ പാവപ്പെട്ടവരായിട്ടുള്ള അല്ലെങ്കിൽ ലോവർ മിഡിൽ ക്ലാസ് വരുന്ന ധാരാളം ആളുകളുണ്ട് അല്ലെ. മികച്ച ചികിത്സ, കാശില്ലാത്തത് കൊണ്ട് മാത്രം മികച്ച ചികിത്സ ലഭിക്കാതെ മരണപ്പെടുന്ന അവസ്ഥ പോലും നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു അവസ്ഥ ഇല്ലാതാക്കുക, അതായത് എല്ലാവർക്കും ഒരുപോലെ തന്നെ നല്ല ട്രീറ്റ്മെന്റ്, പണം അതിനൊരു തടസ്സമാവരുത് എന്ന ഒരു ഉദ്ദേശമാണ്. പാവപ്പെട്ടവർക്കും അശരണർക്കും വളരെ കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് തന്നെ അവരുടെ രോഗങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ അവസ്ഥയ്ക്ക് ഉണ്ടാവണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു സ്കീം PMJAY എന്ന് പറയുന്ന ഒരു സ്കീം ആരംഭിച്ചത്. ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമിൽ, അതല്ലെങ്കിൽ PMJAY എന്ന് പറയുന്ന സ്കീമിൽ ആരൊക്കെയാണ് എലിജിബിൾ ആയിട്ടുള്ളത്. ഈ ഒരു സ്കീം പ്രകാരം ഇൻഷുറൻസ് ലഭിക്കാൻ അർഹതയുള്ളവർ ആരൊക്കെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിച്ചാലോ. 2017 സോഷ്യോ ഇക്കണോമിക് കാസ്റ്റ് സെൻസസ് എന്ന് പറയുന്ന ഒരു സെൻസസിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു സ്കീം പ്രകാരമുള്ള അർഹരെ തിരഞ്ഞെടുത്തത്. അതല്ലെങ്കിൽ ഏത് കാറ്റഗറിയിൽ വരുന്നവർക്കാണ് അർഹതയുള്ളത് എന്നുള്ളത് തിരഞ്ഞെടുത്തത് ഈ ഒരു സെൻസസ് പ്രകാരമാണ്. ഒന്നുകൂടി ചുരുക്കി പറയുകയാണെങ്കിൽ 2017 SCCC സെൻസസ് പ്രകാരം വരുന്ന ആ സെൻസസിൽ ഉൾപ്പെടുന്ന കുടുംബങ്ങൾ ഗ്രാമ നഗര പ്രദേശങ്ങളിലെ പാവപ്പെട്ടവർ, അതുപോലെ തന്നെ അശരണരായ കുടുംബങ്ങൾ. അതുമാത്രമല്ല സംസ്ഥാന ഗവൺമെന്റ് തയ്യാറാക്കിയ ബെനിഫിഷ്യറി ലിസ്റ്റ് ഉണ്ടല്ലോ, ആ ലിസ്റ്റിനകത്ത് വരുന്ന ആൾക്കാർക്കും ഈ ഒരു സ്കീം പ്രകാരം ഇൻഷുറൻസ് ലഭിക്കാനുള്ള അർഹതയുണ്ട്. അതുകൂടാതെ പല സംസ്ഥാനങ്ങളിലും ഈ ഒരു SCCCയിൽ വരാത്ത, അതായത് ഈ ഒരു സെൻസസിൽ ഉൾപ്പെടാത്ത 70 വയസ്സിന് മുകളിൽ പ്രായമുള്ള മുതിർന്ന പൗരന്മാർക്കും ഈ ഒരു സ്കീം പ്രകാരം ഇൻഷുറൻസ് ലഭിക്കാനുള്ള അർഹതയുണ്ട്. അതുകൂടാതെ വരുമാനം ഒരു തരത്തിലും ഇതിനൊരു പാരാമീറ്റർ അല്ല. ഓൾറെഡി സെൻസസ് നടന്നു കഴിഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഇൻഷുറൻസ് ലഭിക്കുന്ന സമയത്ത് നിങ്ങളുടെ വരുമാനം ഇത്രയാണ്, ഇത്ര രൂപയിൽ കുറവാണ് നിങ്ങളുടെ വരുമാനം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ വരുമാനമുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഇൻഷുറൻസ് ലഭിക്കില്ല, അത്തരത്തിലുള്ള യാതൊരു പാരാമീറ്റേഴ്സും യാതൊരു നിർബന്ധങ്ങളും നിബന്ധനകളും ഇവിടെ ഇല്ല. പക്ഷേ സംസ്ഥാനങ്ങൾ ചിലപ്പോൾ അവരുടേതായിട്ടുള്ള നിയമങ്ങൾ ഇതിനകത്ത് ചെലുത്താം. ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് SCCCയിൽ നിങ്ങളുടെ പേര് ഓൾറെഡി ഉണ്ട് എന്നതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ഈ ഒരു ഇൻഷുറൻസ് സ്കീം പ്രകാരം ഇൻഷുറൻസ് അവൈലബിൾ ആക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾ കൃത്യമായിട്ട് രജിസ്റ്റർ ചെയ്യണം. നിങ്ങൾ മാനുവലി രജിസ്റ്റർ ചെയ്യുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ രജിസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആയുഷ്മാൻ കാർഡ് എന്ന് പറയുന്ന ഒരു കാർഡ് ലഭിക്കും. ആ കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഈ ഒരു സ്കീം പ്രകാരം ലഭ്യമാവുകയുള്ളൂ. അതുകൂടാതെ ഇതിനാവശ്യമായ
യോഗ്യതാ മാനദണ്ഡങ്ങൾ ഓരോ സംസ്ഥാനത്തിലും വ്യത്യസ്തപ്പെട്ടിരിക്കാം. ഞാൻ പറഞ്ഞത് ജനറൽ ആയിട്ടുള്ള കുറച്ച് ഇൻഫോർമേഷൻസ് മാത്രമാണ്. നിങ്ങൾ പേടിക്കേണ്ട. എങ്ങനെയാണ് നിങ്ങളുടെ എലിജിബിലിറ്റി ചെക്ക് ചെയ്യുന്നത്? വളരെ എളുപ്പത്തിൽ ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. നിങ്ങൾക്ക് ഇത് പ്രകാരം ഇൻഷുറൻസ് ലഭിക്കാൻ യോഗ്യതയുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ അവസാന ഭാഗത്തേക്ക് പോകുമ്പോഴേക്കും പറഞ്ഞുതരാം. ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് ഇൻഷുറൻസ് പ്രകാരം എന്തൊക്കെയാണ് കവർ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മേജർ ആയിട്ടുള്ള അസുഖങ്ങൾക്കുള്ള ഹോസ്പിറ്റലൈസേഷന്റെ ചെലവ് ഇത് വഹിക്കുന്നു. അതുപോലെ തന്നെ സർജറികൾ, ഹാർട്ടിന്റെ, കിഡ്നിയുടെ, ക്യാൻസർ പോലെയുള്ള കാര്യങ്ങൾ, ഇതിലുള്ള പാക്കേജിനനുസരിച്ച് എത്ര ചെലവാണ് അതിന് വരുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കി ഇത്തരത്തിലുള്ള സർജറികളെയും ഈ ഒരു ഇൻഷുറൻസ് സ്കീം സപ്പോർട്ട് ചെയ്യുന്നു. കൂടാതെ മെഡിക്കൽ പരിശോധനകൾ, ഡയഗ്നോസിസുകൾ, മരുന്നുകൾ, അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഫോളോ അപ്പുകൾ, മാത്രമല്ല ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റും. അതായത് നിങ്ങളുടെ കയ്യിൽ നിന്നും കാശ് കൊടുത്തു കഴിഞ്ഞ് പിന്നീട് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്ന ഒരു പ്രോസസ് അല്ല ഇത്. നിങ്ങൾ യാതൊരു തരത്തിലും നിങ്ങളുടെ കയ്യിൽ നിന്നും പണം ചിലവാക്കേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ളതാണ് ഈ ഒരു ഇൻഷുറൻസ് സ്കീമിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത. ഇനി നമ്മൾ എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ് എന്ന് നമ്മൾ മനസ്സിലാക്കി, എന്തൊക്കെയാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി ഉൾപ്പെടാത്ത ചില കാര്യങ്ങളുണ്ട്, അതും അറിഞ്ഞിരിക്കേണ്ട നിർബന്ധമാണല്ലോ. അതും കൂടെ നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്ന്, OPD. മിക്ക സംസ്ഥാനങ്ങളിലും OPD അല്ലെങ്കിൽ ഔട്ട് പേഷ്യന്റ് ട്രീറ്റ്മെന്റ് അവൈലബിൾ അല്ല ഈ ഒരു ഇൻഷുറൻസ് സ്കീം പ്രകാരം. അതുകൂടാതെ അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു പാക്കേജ് ലിസ്റ്റ് ഉണ്ട്. ആ ഒരു പാക്കേജ് ലിസ്റ്റിനകത്ത് വരാത്ത അസുഖങ്ങൾക്കുള്ള ട്രീറ്റ്മെന്റിനും ഈ ഒരു ഇൻഷുറൻസ് സ്കീം ഉപയോഗിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഈ ഒരു സ്കീം അപ്രൂവ് ചെയ്യാത്ത ആശുപത്രികളിലാണ് ചികിത്സ നടത്തുന്നതെങ്കിൽ ആ സമയത്തും ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് സ്കീം അവൈൽ ചെയ്യാൻ സാധ്യമല്ല. മാത്രമല്ല റൂം അപ്ഗ്രേഡ് പോലെയുള്ള കാര്യങ്ങൾക്കും ഇൻഷുറൻസ് സ്കീം ലഭ്യമല്ല. സോ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നതിന് മുമ്പായിട്ട്, അതായത് ഹോസ്പിറ്റലൈസേഷന് മുമ്പായിട്ട് നിങ്ങൾ കൃത്യമായിട്ട് അവരോട് ചോദിച്ച് മനസ്സിലാക്കുക, പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം ഹോസ്പിറ്റൽ രജിസ്റ്റേർഡ് ആണോ, അല്ലെങ്കിൽ ഈ ഒരു സർക്കാർ സ്കീം പ്രകാരം ഇൻഷുറൻസ് ഈ ഹോസ്പിറ്റലിൽ നിന്നും കൊടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് അന്വേഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മൾ എലിജിബിൾ ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കുന്നത് എന്ന്. നമുക്ക് ഈ ഒരു സ്കീം പ്രകാരം ഇൻഷുറൻസ് ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിച്ചാലോ. ആദ്യം pmjay.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോവുക. അതിനുശേഷം ആം ഐ എലിജിബിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവിടെ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യണം. നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ, സംസ്ഥാനം എന്നീ കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ ആഡ് ചെയ്യുക. ഓക്കെ, ഇത് ഓൺലൈനായി ചെയ്യേണ്ട ഒരു മെത്തേഡാണ്. അടുത്ത ഒരു ഓപ്ഷൻ, ഈ ഒരു ഓൺലൈനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട എന്ന് വിചാരിക്കുകയാണെങ്കിൽ അടുത്ത ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഏറ്റവും അടുത്തുള്ള CSC സെന്റർ സന്ദർശിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഏറ്റവും അടുത്തുള്ള കോമൺ സർവീസ് സെന്ററിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഓഫീഷ്യൽസ് നിങ്ങൾക്ക് ഈ ഒരു യോജന പ്രകാരം ഇൻഷുറൻസ് സ്കീം ലഭിക്കാൻ അർഹതയുണ്ടോ എന്നുള്ള കാര്യം അവർ അവിടെ നിന്ന് മാനുവലി ചെക്ക് ചെയ്തു തരുന്നു. ഇനി അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്കീം പ്രകാരം രജിസ്റ്റർ ആയിട്ടുള്ള ഹോസ്പിറ്റലുകളിൽ ഏതെങ്കിലും ഒന്നിൽ പോയിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതുമാണ്. കാരണം ഈ ഒരു സ്കീം പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആശുപത്രികളിൽ അവിടെ ഒരു ആയുഷ്മാൻ മിത്ര ഡെസ്ക് എന്ന് പറയുന്ന ഒരു കിയോസ്ക് ഉണ്ടാകും. നിങ്ങൾക്ക് അവിടെ പോയി അവിടുത്തെ ഓഫീഷ്യലിനോട് സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സ്കീം പ്രകാരം ഹെൽത്ത് ഇൻഷുറൻസ് ലഭിക്കാൻ യോഗ്യതയുണ്ടോ എന്ന് അവർ പറഞ്ഞു തരും. അപ്പോൾ നമ്മുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ പരിശോധിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഈ ഒരു സ്കീമിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. സോ നിങ്ങളുടെ ഫാമിലി എലിജിബിൾ ആണ്, നിങ്ങളുടെ ഫാമിലിക്ക് ഈ ഒരു സ്കീം പ്രകാരം ഇൻഷുറൻസ് ലഭിക്കാനുള്ള എലിജിബിലിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ഒരു പ്രോസസ്സ്. അങ്ങനെ രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് ആയുഷ്മാൻ കാർഡ് എന്ന് പറയുന്ന ഒരു കാർഡ് കരസ്ഥമാക്കേണ്ടതായിട്ടുണ്ട്. എങ്ങനെയാണ് ആയുഷ്മാൻ കാർഡ് നമുക്ക് ലഭിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഏറ്റവും അടുത്തുള്ള കോമൺ സർവീസ് സെന്ററിലോ ഗവൺമെന്റ് ആശുപത്രികളിലോ ആയുഷ്മാൻ മിത്ര ഡെസ്കുകളിലോ അതുമാത്രമല്ല സംസ്ഥാനം അടിസ്ഥാനമാക്കിയുള്ള ഹെൽത്ത് കിയോസ്കുകളിലോ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ആയുഷ്മാൻ കാർഡ് ലഭ്യമാകും. അവിടെ നിങ്ങൾ ചില ഡോക്യുമെന്റുകൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടാവും. അവ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് നിങ്ങളുടെ ID കാർഡ്, ആധാർ കാർഡ് വേണ്ടിവരും, റേഷൻ കാർഡ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ടാകും, മൊബൈൽ നമ്പർ നമ്മൾ കൊടുക്കണം, കൂടാതെ ഫാമിലിയുടെ, നമ്മുടെ കുടുംബത്തിന്റെ ഡീറ്റെയിൽസും അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടാവും. ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ വെരിഫൈ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആയുഷ്മാൻ കാർഡ് ലഭ്യമാകും. പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം നിങ്ങൾക്ക് ഈ ഒരു കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻഷുറൻസ് അവൈൽ ചെയ്യാം. ഇനി നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും സംശയം ഉണ്ടാകുന്നത് എങ്ങനെയാണ് വൺസ് നമ്മുടെ എലിജിബിലിറ്റി പരിശോധിച്ചു, അതിനുശേഷം നമ്മൾ ആ കാർഡ് കരസ്ഥമാക്കി, ഈ കാർഡ് കരസ്ഥമാക്കി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടത് എന്നുള്ള സംശയം നിങ്ങൾക്കുണ്ടാകും. ഞാൻ പറഞ്ഞുതരാം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന സ്കീം അപ്രൂവ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു ആശുപത്രി സന്ദർശിക്കുക. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, അഡ്മിറ്റ് ആവുന്നതിന് മുമ്പായിട്ട്, ഹോസ്പിറ്റലൈസേഷന് മുമ്പായിട്ട് ഈ ഒരു സ്കീം പ്രകാരമുള്ള അല്ലെങ്കിൽ ഈ ഒരു സ്കീം പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഈ ഒരു സ്കീമിന്റെ അണ്ടറിൽ വരുന്ന അല്ലെങ്കിൽ എംപാനൽഡ് ആയിട്ടുള്ള ആശുപത്രിയിലാണോ നിങ്ങൾ അഡ്മിറ്റ് ആവാൻ പോകുന്നത് എന്നുള്ള കാര്യം ആദ്യം പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ പരിശോധിച്ച് അത് എംപാനൽഡ് ആണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം അവിടെ പോവുക. അതിനുശേഷം ആയുഷ്മാൻ മിത്ര സെന്റർ എന്ന് പറയുന്ന ഒരു സെന്റർ അതിനകത്തുണ്ടാവും. ശേഷം ഈ കാർഡ്, ആയുഷ്മാൻ കാർഡ് എന്ന് പറയുന്ന കാർഡ് അവിടെ കാണിക്കുക. അതല്ലെങ്കിൽ നിങ്ങളുടെ ആധാർ കാർഡ് കാണിച്ചാലും മതിയാകും. പിന്നീട് ഉണ്ടാകുന്നത് നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം അവർ കൃത്യമായിട്ട് വെരിഫൈ ചെയ്യുന്നു. നിങ്ങൾ എന്ത് അസുഖത്തിനാണ് അവിടെ വന്നത്, എത്രത്തോളം എമൗണ്ട് നിങ്ങളുടെ അസുഖത്തിന് ട്രീറ്റ്മെന്റിന് ഉണ്ടാകും, എത്ര പാക്കേജാണ് അതിനായിട്ട് ആവശ്യമായിട്ടുണ്ടാവുക, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അവർ കൃത്യമായിട്ട് വെരിഫൈ ചെയ്ത് തീരുമാനിച്ചു കഴിഞ്ഞാൽ they will decide your package. എത്ര പാക്കേജാണ് നിങ്ങൾക്ക് വേണം എന്നുള്ളത് അവർ കൃത്യമായിട്ട് തീരുമാനിക്കും. അങ്ങനെ നിങ്ങളുടെ പാക്കേജ് ഹോസ്പിറ്റൽ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് ആയിരിക്കും പിന്നീട് അവിടെ നിന്നും ലഭിക്കുന്നത്. ഡിസ്ചാർജ് ആയി കഴിഞ്ഞാൽ, അസുഖമെല്ലാം
എല്ലാം മാറി ഡിസ്ചാർജ് ആവുന്ന സമയത്ത് നമ്മൾ യാതൊരു തരത്തിലുള്ള പേയ്മെന്റും അവിടെ നടത്തേണ്ടതില്ല. ഹോസ്പിറ്റൽ സർക്കാരിൽ നിന്നും നിങ്ങളുടെ ബില്ല് എത്രയാണോ അത് അവിടെ നിന്ന് ക്ലെയിം ചെയ്തോളൂ. ഞാൻ സ്റ്റിൽ റിപ്പീറ്റ് ചെയ്യുന്നു, നിങ്ങൾ ഹോസ്പിറ്റൽ എൻപാനൽഡ് ആണ് എന്നുള്ള കാര്യം ആദ്യം ഉറപ്പുവരുത്തുക. അതുമാത്രമല്ല, നിങ്ങളുടെ ട്രീറ്റ്മെന്റ്, നിങ്ങൾ ഏത് അസുഖത്തിനാണോ ട്രീറ്റ്മെന്റ് എടുക്കുന്നത് ആ ട്രീറ്റ്മെന്റ് ഈ പാക്കേജിൽ വരുന്നതാണോ എന്നുള്ള കാര്യവും നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഇൻഷുറൻസ് സ്കീം പ്രകാരം നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത്, എവിടെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇൻഷുറൻസ് നമുക്ക് കിട്ടുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് വളരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇനി നമ്മൾ വളരെ ക്വിക്കായിട്ട് ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ, പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം നിങ്ങളുടെ കുടുംബങ്ങൾക്ക്, എലിജിബിൾ ആയിട്ടുള്ള കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ വരെയുള്ള ഹെൽത്ത് ഇൻഷുറൻസ് ലഭ്യമാകുന്നു. അതുമാത്രമല്ല, ഈ ഒരു സ്കീം പ്രകാരം എംപാനൽഡ് ആയിട്ടുള്ള ആശുപത്രികളിലും, ഗവൺമെന്റ് ആശുപത്രികളിലും, പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലുമാണ് ഈ ഒരു സ്കീം പ്രകാരം ഹെൽത്ത് ഇൻഷുറൻസ് ലഭിക്കുന്നത്. ആയുഷ്മാൻ കാർഡ് എന്ന് പറയുന്ന ഒരു കാർഡ് നിങ്ങൾക്ക് ഉണ്ടാവണം. അതുകൂടാതെ നിങ്ങൾ ട്രീറ്റ്മെന്റിനായിട്ട് പോകുന്ന സമയത്ത് ഒന്നുകിൽ നിങ്ങളുടെ ആധാർ കാർഡ്, അല്ലെങ്കിൽ ഈ ആയുഷ്മാൻ കാർഡ്, അതുമല്ലെങ്കിൽ നിങ്ങളുടെ റേഷൻ കാർഡ്, ഇവയിൽ ഏതെങ്കിലും കരുതേണ്ടത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കൂടാതെ ചില എക്സ്പെൻസസുകൾ, ചില ചിലവുകൾ ഈ ഒരു സ്കീം പ്രകാരം കവറബിൾ അല്ല. കൃത്യമായിട്ട് നിങ്ങൾ ട്രീറ്റ്മെന്റിന് മുമ്പായിട്ട് ഹോസ്പിറ്റലിൽ അത് അന്വേഷിക്കുക. ഓരോ സംസ്ഥാനങ്ങളിലും നിയമം വ്യത്യാസമാണ്. അതുകൂടാതെ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഹോസ്പിറ്റൽ, അതായത് ജൻ ആരോഗ്യ യോജന പ്രകാരം എംപാനൽ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ആശുപത്രി നിങ്ങൾക്ക് ഇൻഷുറൻസ് തരുന്നത് നിഷേധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന് കൃത്യമായിട്ടുള്ള സൊല്യൂഷൻ ഉണ്ട്. അതുകൂടാതെ നിങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ജൻ ആരോഗ്യ യോജന പ്രകാരം അല്ലെങ്കിൽ ഈ ഒരു സ്കീമിൽ എംപാനൽഡ് ചെയ്തിട്ടുള്ള ആശുപത്രികളിൽ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ട്രീറ്റ്മെന്റ് എടുക്കാവുന്നതാണ്. അത് ഇന്ന സംസ്ഥാനത്തുള്ളവർക്ക് അവരുടെ സംസ്ഥാനത്ത് മാത്രമേ ലഭിക്കൂ, അങ്ങനെയൊന്നുമില്ല. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ലഭിക്കാനുള്ള അർഹതയുണ്ട്. ഈ വീഡിയോ പൊതുവായ വിവരങ്ങൾക്ക് മാത്രമുള്ളതാണ്. യോഗ്യത, നിയമങ്ങൾ, ആനുകൂല്യങ്ങൾ എന്നിവ സംസ്ഥാനത്തിനനുസരിച്ച് വ്യത്യാസപ്പെടാം. PMJAYയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലോ നിങ്ങളുടെ സംസ്ഥാന ആരോഗ്യ വകുപ്പിലോ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ എപ്പോഴും പരിശോധിക്കുക. ഇതൊരു മെഡിക്കൽ ഉപദേശമോ നിയമോപദേശമോ അല്ല, ജസ്റ്റ് ഇൻഫർമേഷൻ പർപ്പസ് മാത്രമാണ്. അപ്പോൾ എന്താണ് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന, അതല്ലെങ്കിൽ ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് ഇൻഷുറൻസ്? ഇവയെല്ലാം ഒന്നാണ്. എന്താണ് ഇവ എന്ന്, ആർക്കൊക്കെയാണ് ഇത് ലഭിക്കുന്നത്, എന്താണ് ഇതിന്റെ ഗുണങ്ങൾ എന്നുള്ള കാര്യങ്ങളിൽ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞു. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്ക് താഴെ കമന്റായി രേഖപ്പെടുത്താവുന്നതാണ്. സംശയങ്ങൾ മാത്രമല്ല, നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും ഒരു പോയിന്റ്, വളരെ പ്രധാനപ്പെട്ട ഏതെങ്കിലും പോയിന്റ് ഞാൻ വിട്ടുപോയി എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അതും നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ മറക്കരുത്. കാരണം ആർക്കൊക്കെയാണ് ഇത് ആവശ്യം വരുന്നത് എന്ന് നമുക്കറിയില്ല. എല്ലാവർക്കും ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ബോസ്വാല മലയാളം ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ അത് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. ബോസ്വാല, ബി ദ ബോസ്.